إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار 1447 ഹിജ്റ വർഷത്തിലെ വിശുദ്ധ റമളാൻ മാസത്തിന് സാക്ഷികളായി ഈ അനുഗ്രഹീത മാസം നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്നത്തെ ഈ ദിവസത്തിന് 4 പ്രത്യേകതകളുണ്ട്. ഒന്ന്, അഫ്ളലു അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ആയുസ്സിൽ ലഭിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ജുമുഅ ദിനം. രണ്ടാമത്തെ പ്രത്യേകത റമളാനിലെ വെള്ളി എന്നതാണ്. മൂന്നാമത്തെ പ്രത്യേകത റമളാനിലെ അവസാന 10 വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. നാലാമത്തെ പ്രത്യേകത, ഒരുപക്ഷെ ഈ വിശുദ്ധ റമളാനിലെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച ഇതാകാൻ ഏറെ സാധ്യതയുണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. സ്വയം വിലയിരുത്തലിൻ്റെ നാളുകളാണ് ഈ വിശുദ്ധ റമളാനിലെ ശേഷിക്കുന്ന ദിനങ്ങളിൽ നമുക്കുള്ളത്. ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറയുമായിരുന്നു, അലാ ഇന്ന ഷഹ്റക്കും ഖദ് അഖദ ബിന്നഖ്സ്, ഇതാ നിങ്ങളിലേക്ക് കടന്നു വന്ന ഈ വിശുദ്ധ റമളാൻ മാസം അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫസീദു അൻതും ഫിൽ അമൽ, അതുകൊണ്ട് പരമാവധി കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ രാപ്പകലുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്, ആകാശത്തു നിന്നൊരു അശരീരി ഉണ്ടാകും റമളാൻ ആയാൽ, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയ ശർ അഖ്സിർ, ഇതാ നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ട് വരൂ, ഈ ദിനങ്ങൾ ലഭിച്ചിട്ടും തിന്മയിൽ മുഴുകി ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ അഖ്സിർ, നീ അത് നിർത്തണം എന്ന ഒരു അശരീരി സത്യവിശ്വാസികളുടെ കാതുകളിൽ അടിച്ചുകൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നാം നമ്മെ വിലയിരുത്തുമ്പോൾ ഇതിൽ നാം ഏതിലായിരുന്നു? നന്മ തേടിച്ചെല്ലുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറാൻ
ഈ വിശുദ്ധ റമദാൻ സമാഗതമായിട്ട് സാധിച്ചോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നാം എത്രത്തോളം അനുഗ്രഹീതരാണ്. വിശുദ്ധ റമദാനിലെ ആദ്യപത്തിൽ നമ്മോട് വിട പറഞ്ഞ് മരണപ്പെട്ടു പോയവരുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പത്തിലും മരണപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി നാം ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെ ഏറ്റവും പുണ്യം നിറഞ്ഞ രാപ്പകലുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിത്യരോഗികളായി മാറിയവരുണ്ട്. നമ്മളാരും രോഗശയ്യയിൽ കിടന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഇങ്ങനെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ നാം ഓർക്കണം, വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങളുടെ റബ്ബിത പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം അവൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളിൽ വർധനവ് നൽകും. വലഇൻ കഫർത്തും, നന്ദികേടിൻ്റെ മാർഗമാണോ സ്വീകരിക്കുന്നത്, അവരറിയണം, തിരിച്ചറിയണം, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന്. എന്തിന് തിന്മകൾ വെടിയണം, എന്തിന് നന്മകളിലായി ജീവിക്കണം എന്നതിന് ഒട്ടേറെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം. അതിലൊരു ഉത്തരം 40 വയസ്സ് തികഞ്ഞ പക്വമതിയായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറത്തുൽ അഹ്ഖാഫിൽ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയ്യതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. റബ്ബേ, നീ എനിക്ക് ചെയ്തു തന്ന, എൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീക്ക് നീ എനിക്ക് നൽകണേ. നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങളിൽ മുഴുകാനുള്ള തൗഫീക്ക് നീ നൽകണം. എൻ്റെ സന്താനങ്ങളിൽ നീ നന്മ വരുത്തണം. ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയ ഒരു മുസ്ലിമായി ജീവിക്കുന്നവനാണ് എന്ന്. രണ്ടാമത്തെ ഒരു ഉത്തരം, ഈ നന്മകൾ മാത്രമാണ് ആത്യന്തികമായി നമുക്ക് ബാക്കിയാകുക, നമുക്ക് വേണ്ടി നിലനിൽക്കുക എന്നതാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖിൻ. നിങ്ങളുടെ അടുത്ത് എന്തുണ്ടോ, അത് ആരോഗ്യമാവാം, സമ്പത്താവാം, സൗന്ദര്യമാവാം, സ്ഥാനമാനങ്ങളാവാം, ആഫിയത്താകാം, നല്ല വരുമാനമാകാം, എന്തൊക്കെ നിങ്ങൾ നേടിയിട്ടുണ്ടോ അതൊക്കെ തീർന്നു പോകും. വമാ ഇൻദല്ലാഹി ബാഖിൻ, അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് മാത്രമാണ് ശേഷിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവം, അവരൊരു ആടിനറുത്തു, അതിൻ്റെ മാംസങ്ങൾ കൊച്ചു പൊതികളാക്കി പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിതരണം ചെയ്യുന്നത്. അവസാനം റസൂലുള്ള ചോദിക്കുന്നുണ്ട്, മാ ബഖിയ മിൻഹ, ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ ബഖിയ മിൻഹ ഇല്ലാ കത്തുഫുഹ. റസൂലെ, അതിൻ്റെ ആ തോള് ഭാഗത്തുള്ള അല്പം മാംസം മാത്രം ഇനിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എടുത്താലോ എന്നൊരു സൂചന പോലെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകിയ സന്ദേശമുണ്ട്, ബഖിയ കുല്ലുഹ ഗൈറു കത്തുഫിഹ. ആയിഷ, ആ പാവങ്ങൾക്ക് കൊടുത്തതാണ് നമുക്കായി ശേഷിച്ചത്. ഇത് നാം തിന്നും, ശരീരത്തിൽ ലയിക്കേണ്ടത് ലയിച്ച് മലവിസർജനമായി പുറത്തു പോകും. ആ കൊടുത്തത് ബാക്കിയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ എന്തു നൽകുന്നുവോ അതാണ് എന്നേക്കുമായി ബാക്കിയാകുക എന്ന കാര്യം ഈ വിശുദ്ധ റമളാൻ വിട പറയുന്ന സന്ദർഭത്തിൽ നാം ചിന്തിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ലൗ അലിമൽ മുത്തസദ്ദിഖു അന്ന സദഖതഹു തഖഉ ഫി യദില്ല ഖബ്ല യദിൽ ഫഖീർ. ഒരാൾ ഒരു ഫക്കീറിലേക്ക് നീട്ടുന്ന ഒരു ചെറിയ സംഖ്യ, ഒരു സ്വതക്ക, അതാ ഫക്കീറിൻ്റെ കയ്യിലെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിയെന്ന്
ധർമ്മം ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലക്കാനത്ത് ലദ്ദത്തുൽ മുഅ്തി അക്ബർ മിൻ ലദ്ദത്തിൽ ആഖിദ്, ആ സ്വതക്ക സ്വീകരിക്കുന്നവനുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. എനിക്കിത് കിട്ടിയല്ലോ, എൻ്റെ കുടുംബത്തെ പോറ്റാൻ, എനിക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ. ആ സ്വതക്ക സ്വീകരിച്ചവനൊരാനന്ദമുണ്ട്. ആ ആനന്ദത്തിൻ്റെ ഇരട്ടി അത് നൽകുന്നവനുണ്ടാകും. ഇത് അള്ളാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലോ എന്നതാണ് അവൻ്റെ ആനന്ദം. നിലനിൽക്കുന്ന ഇത്തരം നന്മകളിൽ മുഴുകാൻ ഈ വിശുദ്ധ റമളാൻ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമുക്കായി ബാക്കിയാകുക. വയസീദുല്ലാഹു അല്ലദീന ഇഹ്തദൗ ഹുദാ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ മറദ്ദ. ശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ് പ്രതിഫലാർഹമായത്. അതാണ് നല്ല പര്യവസാനം, അതിലാണ് പ്രതീക്ഷ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. തുടരണം ഈ നന്മകൾ. നാം മരണം വരെ നന്മയുടെ പ്രയാണത്തിലാണ്. അതിന് മരണമാണ് അവസാനം. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണമെന്ന ഉറപ്പ് വരുന്നതുവരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തു ശറഹ്. നീ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ വീണ്ടും നന്മകളിൽ അധ്വാനിക്കുക, നിന്റെ റബ്ബിലേക്ക് പ്രതീക്ഷയോടെ മുന്നേറുക. നാസിറു സഅദി റഹ്മഹുല്ല ഈ ആയത്തിന് തഫ്സീറിൽ പറഞ്ഞത് കാണും, ഫജ്തഹിദ് ഫിൽ ഇബാദത്തി വദ്ദുആ, ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും നീ ഉത്സാഹം കാണിക്കുക. വൻസബ് നഫ്സക ഫീ ത്വാഅത്തില്ലാ ബിലാ തവഖുഫ്, നീ അള്ളാഹുവിന് അനുസരിച്ചുള്ള ജീവിതത്തിൽ നീ അധ്വാനിച്ചു കൊണ്ടിരിക്കുക. അതിന് സ്റ്റോപ്പില്ല, അതിനൊരു അവസാനമില്ല. അതുകൊണ്ട് ഫർഗബ് ഇലാ റബ്ബിക വഹ്ദഹു, നിന്റെ റബ്ബിലേക്ക് മാത്രം പ്രതീക്ഷയോടെ നീ ആഗ്രഹിച്ചു ചെല്ലുക എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാം. സൽക്കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ സൽക്കർമ്മങ്ങൾ നമ്മെ മധുരിപ്പിക്കുന്നതായി മാറണമെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നു, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറ അസ്സലഹു, അല്ലാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവനെ തേൻ പോലെ മധുരിപ്പിക്കും. വമാ അൽ തദ്റൂന മാ അസ്സലഹു, എന്താണ് അല്ലാഹു ഒരാളെ മധുരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിക്കാൻ. അവർ പറഞ്ഞു മനസ്സിലായിട്ടില്ല. റസൂലുള്ള പറഞ്ഞു കൊടുത്തു, യഫ്തഹുല്ലാഹു അസ്സ വജല്ല ലഹു അമലൻ സാലിഹൻ ബൈന യദൈ മൗതിഹി ഹത്താ യർള അൻഹു ജീറാനുഹു ഔ മൻ ഹൗലഹു, അവൻ്റെ മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങളിലേക്ക് അള്ളാഹു അവന് കവാടം തുറന്നു കൊടുക്കും. ആ സൽക്കർമ്മങ്ങൾ തേൻ പോലെ, അസൽ എന്ന് പറഞ്ഞാൽ തേനാണ്, തേൻ പോലെ അവനൊരു മധുരമായി അവന് നുകർന്നുകൊണ്ടിരിക്കും, അതവൻ അനുഭവിക്കും. മാത്രവുമല്ല, അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ അയൽവാസികളും അവനെ അനുഭവിക്കുന്ന ചുറ്റിലുമുള്ള ആളുകൾ അവനെ തെറ്റിദ്ധരിക്കൂല, പകരം അവനെക്കുറിച്ച് സംതൃപ്തനാകും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുതാര്യമാണ്. അതിൽ ഒരു പ്രവർത്തനവും ഒരാളെ മോശമായി ചിന്തിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവനെ കാണുന്ന, അവനെ അനുഭവിക്കുന്ന ആളുകൾ അവനെ തൃപ്തിപ്പെടും, അവൻ്റെ അഭാവം അവർക്ക് ഖേദമായി മാറും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സൽക്കർമ്മങ്ങളോട് ഈ നിലക്കുള്ള ഒരു ആഗ്രഹമുണ്ടാകുക, അതോടൊപ്പം ചുറ്റിലുമുള്ളവർ തന്നെ തേൻ പോലെ നുകരുന്ന, സ്വീകരിക്കുന്ന, തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുക. ഇതിനാണ് നമുക്ക് ഈ റമളാൻ എന്നോർക്കുക. റമളാൻ സമാഗതമായിട്ട് അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞ തഖ്വ നേടിയോ എന്ന് നാം നമ്മോടാണ് ചോദിക്കേണ്ടത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരാളുടെ കോലവും വേഷവും ഓൻ്റെ രൂപവും നോക്കി പറയാൻ, വിലയിരുത്തി പറയാൻ കഴിയുന്നതല്ല. അവനവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് തഖ്വ. തൻ്റെ റബ്ബിനോടുള്ള ജീവിത ബന്ധം, അത് രഹസ്യ പരസ്യ മേഖല വളരെ സൂക്ഷ്മതയോടെ റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുക, അതൊക്കെയാണ് തഖ്വ. എന്തിനാണ് ആ തഖ്വ നേടുന്നത്? വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ,
വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചവർ അതാ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടും. എന്നാൽ നന്ദികേടിന്റെ മാർഗം സ്വീകരിച്ചവരോ വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, നന്ദികേടിന്റെ മാർഗമാണ് സ്വീകരിച്ചതെങ്കിൽ കൂട്ടം കൂട്ടമായി അവരെ നരകത്തിലേക്കും ആനയിക്കും. അതുകൊണ്ട് ആ സ്വർഗത്തിൽ ആനയിക്കപ്പെടുന്നവരിൽ ഞാൻ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. ഹസനുൽ ബസ്വരി റഹ്മഹുല്ല തഖ്വ നേടിയ ആളുകളുടെ 9 അടയാളങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ അടയാളങ്ങൾ നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുക. സിദ്ഖുൽ ഹദീസ്, സത്യം പറയലാണ് 1. വൽ വഫാഉ ബിൽ അഹദ്, കരാർ പാലിക്കലാണ് 2. വസിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കൽ. വറഹ്മത്തുൽ ളുഅഫാ, ദുർബലരോട് കരുണ കാണിക്കൽ. വഖില്ലത്തുൽ ഫഖ്രി വൽ ഖുയല, അഹങ്കാരം അഹംഭാവം പാട് ഇല്ലാതാകൽ. വബദുലുൽ മഅറൂഫ്, നന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കൽ. വഖില്ലത്തുൽ മുബാഹാത്തി ലിന്നാസ്, ഒന്നിലും മനുഷ്യരോട് കിടമാത്സര്യം ഇല്ലാതിരിക്കുക. ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. വസഅത്തുൽ ഖൽഖ്, ഏത് തരം ഏത് മനുഷ്യരാവട്ടെ സൃഷ്ടികളാവട്ടെ അവരോട് വിശാലമായി പെരുമാറിക്കൊണ്ടിരിക്കുക. ഇതുണ്ടോ? തഖ്വയുണ്ട്. റമളാനിൽ വിശുദ്ധ ഖുർആനാണ് നാം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഖുർആനിലേക്കാണ് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ളത്. ഖുർആനാണ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ ഒരു സമ്പാദ്യമായി മാറണം. അങ്ങനെ ആയിട്ടുണ്ടോ? വിശുദ്ധ റമളാൻ ആയിട്ടും ഒരു ജുസ് പോലും പാരായണം ചെയ്ത് തീർക്കാൻ സാധിക്കാത്ത, ഒരു വട്ടമെങ്കിലും ആവർത്തിച്ച് പാരായണം ചെയ്യാൻ സാധിക്കാത്ത റമളാനാണോ നമ്മിലൂടെ കഴിഞ്ഞു പോയത്? ബോധപൂർവം ജമാഅത്ത് അവഗണിച്ച്, രാത്രി നമസ്കാരങ്ങൾ അവഗണിച്ച് കഴിഞ്ഞ മാസങ്ങളെപ്പോലെ ജീവിക്കാനാണോ തീരുമാനം? നഷ്ടവും പരാജയവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അവർക്കൊക്കെ മാറി ചിന്തിക്കാൻ ഇനിയും രാപ്പകലുകളുണ്ട്. ഒരു പക്ഷേ അടുത്ത റമളാനിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ദിനങ്ങൾ ലഭിക്കൂ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഒരൊറ്റ കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങളിലുള്ള സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. അല്ലാഹുവേ, എൻ്റെ സുരക്ഷയായ ദീനാണ് നമുക്ക് പ്രൊട്ടക്റ്റ് നൽകുന്നത്, വേറെ ആരുമല്ല. നമ്മെ കാക്കുന്നത്, നമുക്ക് സുരക്ഷ നൽകുന്നത് നാം പഠിച്ചു മനസ്സിലാക്കിയ ഈ തൗഹീദ് എന്ന കോട്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ദീൻ എനിക്ക് നന്നാക്കിക്കൊണ്ടോ, എൻ്റെ ദുനിയാവ്, എൻ്റെ ജീവിതമുള്ള ദുനിയാവ് എനിക്ക് നന്നാക്കിക്കൊണ്ടോ, എനിക്ക് മടങ്ങിച്ചെല്ലാനുള്ള പരലോകം എനിക്ക് നന്നാക്കിക്കൊണ്ടോ, എനിക്ക് പരമാവധി ജീവിതത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് കൊണ്ടോ, ഞാൻ എപ്പോൾ എവിടെ വെച്ച് മരിച്ചാലും എൻ്റെ മരണം എനിക്കൊരു വിശ്രമമാവണം. എൻ്റെ പരലോകത്ത് നരകത്തിൽ നിന്ന് കാവലായി സ്വർഗത്തിലേക്കുള്ള ബർസഖി ലോകത്തുള്ള വിശ്രമമായി മാറണം എൻ്റെ മരണം. ഈ 5 കാര്യങ്ങൾ ഉറപ്പാക്കണം ഈ വിശുദ്ധ റമളാനിലൂടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. വിശുദ്ധ റമളാനിനോട് വിട പറയുമ്പോൾ ഈദുൽ ഫിത്ർ ആഘോഷിക്കലാണ് നമുക്കുള്ള അടുത്ത ബാധ്യത. അതിനു മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താൻ. സക്കാത്തുൽ ഫിത്ർ അത് അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ്. ആ നമസ്കാരത്തിൻ്റെ 1-2 ദിവസം മുമ്പ് വരെ അത് നൽകാവുന്നതാണ്. അത് പണം കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം, അത് അവരുടെ കൈകളിൽ എത്തിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുക. അന്ന് പിറന്നു വീണ ഒരു ശിശു വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിക്കടക്കം നൽകണം. ഗർഭസ്ഥ ശിശുവിനും നൽകണം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
ആ നിലക്കതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം. ഉള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലതുടുത്ത് പെരുന്നാൾ ആഘോഷിക്കാം. അഹ്സനമായ ജിദു എന്നാണ് ഹദീത്തിലുള്ളത്. ഉള്ളതിൽ നല്ല വസ്ത്രം. അതുപോലെ ഈദുൽ ഫിത്തർ നമസ്കാരത്തിന് പോകുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോകൽ സുന്നത്താണ്. ഒരു ഹദീത്തിലുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അമ വലാ യത്അമു യൗമൽ അദ്ഹ ഹത്താ യുസല്ലിയ. ഈദുൽ ഫിത്തർ നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പുറപ്പെടുക റസൂലുള്ളാഹ്. എന്നാൽ ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ, ആ ഈദുൽ അദ്ഹ നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ ഒന്നും കഴിക്കൂല. നമസ്കാരം കഴിഞ്ഞാൽ ആ അറവ് നടത്തി ആ മാംസമാണ് ഭക്ഷിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. ഇത് ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ചു, നമ്മുടെ സമയപരിധിക്കുള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനിയുള്ള നാളുകളിൽ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ആത്മാർത്ഥമായി റബ്ബിലേക്ക് നമ്മിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരണം. മാപ്പ് എന്ന് പറഞ്ഞാൽ നിരുപാധികം കൊടുക്കലാണ്, ഒരു ഉപാധി പറയാതെ. അല്ലാഹ് ഒന്നും നമ്മിൽ നിന്ന് സ്വീകരിക്കാതെ ഇതാ നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകും, ആ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് ഞാൻ എന്ന് അള്ളാഹു പ്രഖ്യാപിക്കാൻ. പക്ഷെ ആ മാപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനുണ്ടോ അവർക്ക് ആ മാപ്പ് കൊടുത്തിട്ട് വേണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. വൽ ആഫീന അനിന്നാസ്, അവർ മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. നമ്മൾ ആർക്കും മാപ്പ് കൊടുക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, എന്നാൽ നിങ്ങൾ ആർക്കെങ്കിലും പുറത്തു കൊടുക്കാണ്ടെങ്കിൽ പുറത്തു കൊടുക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ഒരു ഹദീസിൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഇസ്തിഗ്ഫാറിൽ പതിവായി കൂടിയാൽ അവൻ അള്ളാഹു അവൻ്റെ ജീവിതത്തിൻ്റെ കുടുക്കുകളിൽ നിന്ന് ഒരു എക്സിറ്റ്, പുറത്തു കടക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കും. അവൻ അകപ്പെട്ട മനോവിഷമത്തിൽ നിന്ന് ആശ്വാസം നൽകും. അവൻ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് റിസ്ക് കൊടുക്കുമെന്നാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ നന്മയുടെ പ്രയാണത്തിൽ റമളാൻ കഴിഞ്ഞാലും ഞാനുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم اعتقنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين. ربنا اغفر لنا ولوالدينا ولا تزد الظالمين إلا تبارا. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.